മനസ്സിനെ സന്തോഷത്തിലാക്കി കൊച്ചു പ്രദീപൻ്റെ ഏറെക്കാലത്തെ സ്വപ്നം സഫലമാകുകയാണ്. കൊച്ചു പ്രദീപിനെ അറിയാത്തവരായി ആരുമില്ല. ഫ്ലവേഴ്സ് ടിവിയിലെ ഹാസ്യ പരിപാടിയിലൂടെയാണ് കൊച്ചു പ്രദീപൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ചേർത്തല തുറവൂർ വടക്ക് കുത്തിത്തോട് പഞ്ചായത്ത് 9-ാം വാർഡിലാണ് മനോഹരമായ കൊച്ചു പ്രദീപൻ്റെ കൊച്ചു വീട് ഉയരുക. ഇതിനായി മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും ബിൽഡിംഗ് ഡിസൈനേഴ്സ് കാലിക്കറ്റും കൈകോർത്ത് നടപ്പിലാക്കുന്ന മാനസം പദ്ധതിയിലൂടെയാണ് സ്വപ്ന വീട് ഉയരുക. ഞായറാഴ്ച രാവിലെ കല്ലിടിൽ ചടങ്ങ് നടന്നു. കൊച്ചു പ്രദീപന് കരുത്തു പകർന്ന് മിമിക്രി ലോകത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. ഭാര്യ വീടിന് സമീപത്ത് ചായക്കട നടത്തിയാണ് കൊച്ചു പ്രദീപനും 2 മക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബം പുലരുന്നത്. ചായക്കടയുടെ പുറകിലാണ് സ്വപ്ന വീട് ഉയരുക. വീടെന്ന സ്വപ്നം വിടരാൻ തുനിയുമ്പോൾ ആ സ്വപ്നം വാക്കുകളിലൂടെ കൊച്ചു പ്രദീപൻ വാചാലനായി. ഒത്തിരി നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് വീട് എന്നുള്ളത്. അപ്പോൾ അതിനിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടതുള്ള മാ അസോസിയേഷൻ, ആർട്ടിസ്റ്റ് അസോസിയേഷൻ, മാ സംഘടനയുടെ മാനസം ഭവന പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീട് വെച്ച് തരുവാണ്. അത് മലപ്പുറത്തുള്ള ചേളാരിയിലുള്ള ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം, അതിൻ്റെ MD സാറാണ് വീട് ബാക്കി എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നില്ല, സ്ഥലം ഇടാനായിട്ടുള്ള സാമ്പത്തിക കയ്യിലുണ്ടായില്ല. നമ്മൾ ഈ അന്നുള്ള പ്രോഗ്രാമിന് വന്നവന്ന് കഴിഞ്ഞു പോകണം, അങ്ങനെയുള്ളൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിൽ ഐറ്റം വേറെ എന്ന് പറഞ്ഞ പ്രോഗ്രാം, അപ്പോൾ അതിപ്പോൾ ഒരു 1-2 വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു എപ്പിസോഡിൽ ഇങ്ങനെ ഉള്ള അവസ്ഥയെ പറ്റി പറഞ്ഞ് സ്ഥലം മേടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സുഹൃത്തുക്കൾ അതിനുള്ള പൈസ തന്നു. അപ്പോൾ അതിനായിട്ട് കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ഫ്ലവേഴ്സിലെ ഏറ്റവും കൂടുതൽ ഡയറക്ടർ അർജുൻ സാറിനോടാണ്. അർജുൻ സാറാണ് അതിനൊരു വീഡിയോ ചെയ്യാൻ ചേട്ടാൻ നമ്മുടെ വീട്ടിൽ വന്ന് എൻ്റെ പ്രൊഫൈലായിട്ട് നമ്മളെ ഈ വീടും പരിസരങ്ങളും കടയും അതുപോലെ വൈഫ് കുട്ടികളുടെ വീടൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ഫാമിലി എപ്പിസോഡ് ചെയ്തു. എപ്പിസോഡ് പോയപ്പോഴാണ് നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റിയത്. സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെയും കുറച്ച് സാങ്കേതികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പഞ്ചായത്ത് വില്ലേജ് തലത്തിൽ. അപ്പം അതൊരു കുറച്ച് കാലതാമസം വന്നു. അതിൻ്റെ ഇടയ്ക്ക് 2 ഇലക്ഷൻ വന്നു. പിന്നെ വില്ലേജ് ഓഫീസിൽ 2 വട്ടം മാറി. അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് ഇത്തിരി ഗ്യാപ്പ് വന്നു. പ്രശസ്ത നടൻ ഗിന്നസ് പക്രു, സാജു നവോദയ, ബിൽഡിംഗ് ഡിസൈനേഴ്സ് MD KV മുരളീധരൻ, അലക്സ് കോട്ടയം, അഡ്വക്കേറ്റ് ജോയ് ജോൺ, ഹരിശ്രീ യൂസഫ്, പുന്നപ്പുറം മധു, പ്രവീൺ മുഹമ്മ, തുറവൂർ സുരേഷ് തുടങ്ങിയ ഹാസ്യകലാരംഗത്തെ നിരവധി പേർ കല്ലിടിൽ ചടങ്ങിൽ പങ്കെടുത്തു.